അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം ഈ ഒരു ഇലയാണ് കേട്ടോ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സീതപ്പഴത്തിൻ്റെ ഇലയാണ് കേട്ടോ. നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഇലയാണ്. പല്ലുവേദന മാറ്റാൻ അടിപൊളിയാണ്. പല്ലുവേദന വരാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പല്ലുവേദന വന്നിട്ടുണ്ടാവും. രാത്രിയിലൊക്കെ ചില സമയത്ത് പെട്ടെന്ന് പല്ലുവേദന വരുമ്പം പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മൾ ഉറങ്ങുന്നത്. ഇനി അടുത്ത പ്രാവശ്യം പല്ലുവേദന വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ തൊടിയിൽ ഈ ഒരു ഇലയുണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പല്ലുവേദന പിടിച്ച് കെട്ടിയതുപോലെ നിൽക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പല്ലുവേദന മാറ്റാനും അതുപോലെ തന്നെ വായ്നാറ്റം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പുകളാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി പൊടിയും പ്രാണികളും ഒന്നുമില്ലെന്ന് ഉറപ്പാക്കിയ സീതപ്പഴത്തിൻ്റെ ഇല 2 എണ്ണം എടുത്ത് ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 4-5 കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കുരുമുളകാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പച്ചക്കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് ഉണങ്ങിയ കുരുമുളക് ഒരു 4-5 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചുണ്ണാമ്പാണ് കേട്ടോ. വളരെ കുറച്ച് മതി, ഒരു 1/4 ടേബിൾ സ്പൂണിലും താഴെ, അതായത് ഒരു പിഞ്ച് ചുണ്ണാമ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1-2 തുള്ളി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ചതച്ചെടുക്കണം. ചുണ്ണാമ്പ് ഒരുപാട് ആകരുത് കേട്ടോ. ആവുകയാണെങ്കിൽ നമ്മുടെ വാ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരു പിഞ്ച് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വരുന്നത് ചുണ്ണാമ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ടിപ്പുകളൊക്കെയാണ് കേട്ടോ. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. ഇപ്പം നമ്മളിത് നല്ലതുപോലെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഉരുളയാക്കിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ഒരു ഉരുള നമ്മുടെ പോടുള്ള പല്ലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് വെച്ച് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നേരം കടിച്ച് പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലുവേദന പെട്ടെന്ന് വിട്ടുമാറും കേട്ടോ. പല്ലുവേദന മാത്രമല്ല, പല്ലിൻ്റെ പോടിലുണ്ടാകുന്ന പുഴുവ്, മോണരോഗങ്ങൾ, മോണവീക്കം, മോണയിലുണ്ടാകുന്ന ചുമപ്പ്, അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമല്ലോ മോണയിൽ നിന്ന്, അതൊക്കെ മാറാനായിട്ട് ഈ ഒരു ടിപ്പ് അടിപൊളിയാണ്. വായ്നാറ്റം വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ചിലരുടെയൊക്കെ വായ്നാറ്റം വല്ലാണ്ട് അസഹ്യമായിരിക്കും അല്ലേ. അതിനായിട്ട് നമ്മൾ കടയിൽ നിന്ന് പല മൗത്ത് ഫ്രഷ്നറും വാങ്ങി കഴിക്കാറുണ്ട്. ഇനി അതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലൊന്ന് ചെയ്താൽ മതി. ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പം ഞാൻ 1 ഗ്ലാസ്സോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂണോളം താഴെയാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെടുത്തതാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതല്ല. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് വായിൽ കൊള്ളാൻ പറ്റുന്നൊരു ചൂടുണ്ടല്ലോ, ആ സമയമാകുമ്പം ഈ ഒരു വെള്ളം അരിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഗാർഗിൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 നേരം ചെയ്യാം കേട്ടോ. ദിവസം രാവിലെ വൈകിട്ടും ചെയ്യാവുന്നതാണ്. ഒരാഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വായ്നാറ്റം മാറിക്കിട്ടും. തിളച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണ്ട കേട്ടോ. 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. അപ്പോഴാണ് ആ ഒരു ഗ്രാമ്പൂവിൻ്റെയും മഞ്ഞളിൻ്റെയും ഒക്കെ ഒരു എസൻസ് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂട് ആവുന്ന സമയത്ത് അരിച്ചെടുത്തിട്ട് ഗാർഗിൾ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം തയ്യാറാക്കാനായിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഗ്രാമ്പു നമുക്ക് ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ബാഗിലൊക്കെ വെച്ചിട്ട് ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഗ്രാമ്പു എടുത്ത് വായിലിട്ടൊന്ന് ചവയ്ക്കുവാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ വായ്നാറ്റം മാറിക്കിട്ടും കേട്ടോ. പല്ലുവേദന മാറാനുള്ള അടുത്ത ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം. പണ്ട് കാലം മുതലേ പല്ല് വൃത്തിയാക്കാനും അല്ലെങ്കിൽ പല്ലിൻ്റെ മഞ്ഞ കളർ മാറ്റാൻ, പല്ല് വേദനയ്ക്ക്, പല്ലിന് നല്ല സ്ട്രെങ്ത് കിട്ടാനൊക്കെ നമ്മുടെ കാരണവർമാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ നല്ല തളിര് മാവിൻ്റെ ഇല ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഇലകളൊക്കെ എടുക്കുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി പ്രാണികളും പൊടിയും ഒന്നുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. ഇപ്പോൾ ഒരു തളിര് മാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. 1-2 ആര്യവേപ്പിൻ്റെ ഇലയും കഴുകി വൃത്തിയാക്കിയത് നമുക്ക് ഈ ഒരു മാവിലയിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ടിപ്പ് നമ്മൾ പല്ലുവേദന വരുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് വായിലേക്കിട്ട് ചവച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ല് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടാനും വായ്നാറ്റം മാറാനും പല്ലിൻ്റെ മഞ്ഞ കറയൊക്കെ മാറി കിട്ടാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തളിര് മാവിൻ്റെ ഇല ഒരെണ്ണം എടുത്തിട്ടുണ്ട്, 2 ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ. 1-2 ഗ്രാമ്പു ഈ ഒരു ഇലയ്ക്കുള്ളിലേക്ക് വെച്ച് നല്ലതുപോലെ മടക്കിയെടുത്തിട്ട് ഇപ്പം നമുക്ക് പല്ലുവേദനയാണെങ്കിൽ വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന്
കടിച്ചു പിടിച്ച് ഒരു 5 മിനിറ്റ് നേരം കഴിയുമ്പോഴേക്കും പല്ലുവേദന വിട്ടുമാറും. ആ ഒരു മാവിലയുടെയും ആര്യവേപ്പിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ നീര് ആ വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ പോടുള്ള പല്ലിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുമ്പം തന്നെ നല്ലൊരു ആശ്വാസമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പല്ലുവേദന ഇല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് നമുക്ക് വായിലിട്ട് ചവച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ വായ്നാറ്റം മാറാനും പല്ല് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കും. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മുറുക്കാനൊക്കെ ചവയ്ക്കുന്നവരാണെങ്കിൽ ഒരു സമയം മുറുക്കാന് പകരമായിട്ട് ഇതുപോലൊന്ന് വായിലിട്ട് ചവച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്ത ടിപ്പ് നമ്മുടെ മോണയിലുണ്ടാകുന്ന നീര്, മോണയിലുണ്ടാകുന്ന ചുമപ്പ്, വായ്നാറ്റം അല്ലെങ്കിൽ പല്ല് വേദന, പല്ലിലുണ്ടാകുന്ന മഞ്ഞക്കറ ഒക്കെ മാറാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. അതിനായിട്ട് ഒരു 4-5 ഗ്രാമ്പു എടുത്ത് നമ്മൾ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കുത്തിച്ചതച്ച് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിക്കടിക്ക് വായ്പുണ്ണൊക്കെ ഉണ്ടാകുന്നവർക്ക് ഈ ഒരു ടിപ്പ് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രാമ്പു നല്ലതുപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. വായ്പുണ്ണൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സാധാരണ പേസ്റ്റൊക്കെ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുവാണെങ്കിൽ ആ വായ്പുണ്ണ് കൂടത്തേ ഉള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും വായ്പുണ്ണ് വന്നിട്ടുള്ളവർക്കറിയാം നമുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും. പക്ഷേ ഇതുപോലൊരു പേസ്റ്റ് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയിട്ട് 1-2 പ്രാവശ്യം അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ വായ്പുണ്ണ് മാറിക്കിട്ടും കേട്ടോ. പൊടിച്ചെടുത്ത ഗ്രാമ്പൂവിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ഇത്തരത്തിലുള്ള ടിപ്പുകൾ ചെയ്യാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 2-3 തുള്ളി നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു പ്രാവശ്യം നമുക്ക് ബ്രഷ് ചെയ്യാനായിട്ട് എത്രത്തോളം പേസ്റ്റ് വേണം ആ ഒരു അളവിൽ മാത്രം എടുത്താൽ മതി. ഇത് തയ്യാറാക്കി സ്റ്റോർ ചെയ്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നാരങ്ങ നീര് കൂടെ ചേർത്ത് നല്ലപോലെ കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീയിലൊന്ന് കാണിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലൊരു കയ്യിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ഈസിയായിട്ട് നമുക്ക് തീയിൽ കാണിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് നേരമൊന്നും ചൂടാക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. നമ്മളെടുത്ത ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടണം. നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ നമുക്ക് തൊടാൻ പറ്റണം, ആ ഒരു രീതിയിൽ ചൂടാക്കിയെടുത്താൽ മതി. ഇനി നിങ്ങൾ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യുവാണെങ്കിൽ എത്ര മഞ്ഞ കറ പിടിച്ചിട്ടുള്ള പല്ലാണെങ്കിലും തുമ്പപ്പൂ പോലെ ആയിക്കിട്ടും കേട്ടോ. പെട്ടെന്ന് വായ്നാറ്റം മാറിക്കിട്ടും. ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വായ്പുണ്ണ് വരുന്ന സമയത്താണ് കേട്ടോ. ഇതുകൊണ്ട് ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും. പെട്ടെന്ന് ആ വായ്പുണ്ണിനൊക്കെ മങ്ങലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച ടിപ്പുകളൊക്കെ എൻ്റെ ഡെയിലി ലൈഫിന് ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ടിപ്പുകളാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.